ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെയാണല്ലോ പ്ലം കേക്ക് വാങ്ങാറുള്ളത്. നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും ഈ ബേക്കറിയിലെ പ്ലം കേക്ക് നല്ലതാണ് എന്നൊക്കെ. എന്നാൽ അതുപോലെ ഒന്നുമല്ല, അതിനേക്കാളും ഏറെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്ക് ചെയ്യാൻ ആവശ്യമായ ഷുഗർ കാരമലൈസ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്പൂണൊന്നും ഇതിലേക്ക് ഇടണ്ട. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗർ കാരമലൈസ് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മെൽറ്റായിട്ട് നമുക്കിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഷുഗർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുതേ. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിന് വല്ലാത്തൊരു കയ്പ്പ് ടേസ്റ്റായി പോകും. അതേസമയം കുറച്ചൊന്ന് കളറും വേണം. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. നല്ല തിളച്ച വെള്ളമാണ്. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ സ്റ്റീം ഇങ്ങനെ പെട്ടെന്ന് ഒരുപാട് പൊങ്ങി വരും. അപ്പോൾ സ്റ്റീം കയ്യിലൊക്കെ തട്ടി കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഷുഗർ ഇങ്ങനെ കുറച്ചൊന്ന് ക്രിസ്റ്റലൈസ് ആകുന്നത് പോലെ തോന്നും. അത് കുഴപ്പമില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം ഇട്ടേക്കുമ്പോൾ അതൊക്കെ മെൽറ്റായിട്ട് വന്നോളും. ഇതുപോലെ പതഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ അത് തിക്കായിക്കോളും. അപ്പോൾ ഇതിരുന്നൊന്ന് തണുക്കട്ടെ. നമ്മുടെ കേക്കിന് കുറച്ചൊന്ന് കളർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് കലക്കിയിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പ്ലം കേക്കിന് കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ കിട്ടാനാണ് കോഫി പൗഡർ ഇതുപോലെ ചേർക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്ലം കേക്കിൽ കോഫിയുടെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പേടിക്കണ്ട. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ആദ്യം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഞാൻ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് റേസിൻസ്, അതും 1/4 കപ്പിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ റേസിൻസും 2 തരം tutti ഫ്രൂട്ടിയുമാണ് എടുത്തിട്ടുള്ളത്. അത് 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ചെറിയ പീസാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇതുകൂടാതെ കാഷ്യൂ നട്ട്സ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. 1 കപ്പ് ഓറഞ്ച് ജ്യൂസിലാണ് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ഒരു 4 മണിക്കൂറാണ് സോക്ക് ചെയ്ത് വെച്ചത്. കഴിയുമെങ്കിൽ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ജ്യൂസെല്ലാം നന്നായിട്ട് ഈ ഫ്രൂട്ട്സിലേക്ക് പിടിച്ചിരിക്കും. കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഞാനൊരു 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്, 6 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ജാതിക്ക, പിന്നെ ഒരു 5 ഏലക്ക. നമുക്ക് ഏലക്കയുടെ തൊലി ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഓക്കെ, തൊലി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാരയുടെ കൂടെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് സ്പൈസസും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്പൈസസൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കേക്ക് ടിന്നും കൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അകത്തും സൈഡിലുമൊക്കെ ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ. ഇനി 1/2 ടീസ്പൂൺ കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ, അങ്ങനെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട്
നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഒരു 2-3 പ്രാവശ്യം അരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ അരിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടും. ഇനി നമുക്ക് 3 കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്താലും മതിയാവും. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ യെല്ലോ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4-5 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോഴിത് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ബട്ടറും 1/2 കപ്പ് ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ്. ഇത് 1/4 കപ്പ്, വീണ്ടും 1/4 കപ്പ്, അങ്ങനെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാരമൽ സിറപ്പ് നല്ല തണുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് ജ്യൂസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കേക്കിൻ്റെ അടിയിൽ പോയി സെറ്റിലാകത്തില്ല. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ബാച്ചായിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഓരോ പ്രാവശ്യവും ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് ആണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മിക്സ് ആകാതെ സൈഡിലൊക്കെ ഇരിക്കുന്ന മാവ് നമുക്ക് സെൻറ്ററിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസ് ആക്കിയിട്ടുള്ളതാണ്. അതുകൂടെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കാഷ്യൂ നട്ട്സും ഫുള്ളായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്ത് ഒന്ന് ഇതുപോലെ സ്മാഷ് ചെയ്തിട്ട് ഇതുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ് പ്ലം കേക്കിന് ഇങ്ങനെ ചെയ്യുമ്പോൾ. 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് വെച്ചത് ഓറഞ്ച് ജ്യൂസിലാണല്ലോ. അപ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും നമ്മുടെ പ്ലം കേക്കിലുണ്ടാകും. പിന്നെ നമ്മൾ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിൻ്റെ പുറത്ത് ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവർ കേക്കിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 10 മിനിറ്റായിട്ട് അത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ബേക്ക് ചെയ്യുന്നത് 170 ഡിഗ്രിയിൽ ഞാൻ ഒരു 55 to 60 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെയും അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഈ ഒരു ടൈമിൽ വ്യത്യാസം വരും. സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യാനും 1 മണിക്കൂർ വേണ്ടി വരും. ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്താൽ മതിയാവും. നമ്മുടെ ഇഷ്ടത്തിന് ചെറീസും നട്ട്സും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇനി നമുക്കിത് അവനിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ പ്ലം കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ടോപ്പിലൊക്കെ നല്ലൊരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത
ചെറീസൊക്കെ ഒന്ന് സിങ്ക് ആയിട്ടുണ്ടായിരുന്നു. ബാറ്ററിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി, ചെറീസിൻ്റെ വെയിറ്റ് കാരണം അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ അവനൊന്ന് തുറന്നിട്ട് വേറെ ചെറീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ അങ്ങ് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, കേക്ക് നല്ല മോയിസ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലം കേക്കായാലും ഏതൊരു കേക്കായാലും നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കവർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. എന്തായാലും ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചാണ് കവർ ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നമുക്കിത് തുറന്ന് നോക്കാം. നമുക്ക് കുറച്ചുകൂടെ ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഈ ജ്യൂസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കേക്ക് ഫ്രിഡ്ജിലല്ല വെച്ചത്. ഒന്നുകൂടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല, സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ടിങ്കിൾസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.